വീണ്ടും പാടത്തേക്കാണ്. യെസ്, കർഷകർക്കൊപ്പമാണ് ഇന്ന് നമ്മൾ. പാലക്കാട്ടെ കൊല്ലങ്കോട് നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പറയൂ, എന്താണ് കൊല്ലങ്കോട്ടെ കാർഷിക വിശേഷം? അവിടെയും മഴ തന്നെയാണല്ലോ, കുടചൂടിയാണ് നിൽപ്പ്. നമസ്തേ, സുപ്രഭാതം, പുതുവത്സരാശംസകൾ. അരുൺ ആലത്തൂർ. നമസ്തേ പ്രദീപ് ജി, പുതുവത്സര ആശംസകൾ. പാലക്കാട് ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ചിങ്ങപ്പുലരിയിൽ ഒരു ചാറ്റൽ മഴയോടുകൂടെയാണ് ഈ പ്രഭാതം തുടങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഏതായാലും കർഷകരെ ഈ കാർഷിക വൃത്തികളൊക്കെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും നെൽക്കതിരുകളിടുന്ന ഈ നെൽവയലുകളിലൊക്കെ കതിരിടുന്ന ഒരു കാലം കൂടെയാണ് ഈ ചിങ്ങപ്പുലരി. ഈ ചിങ്ങമാസം തുടങ്ങുമ്പോൾ കർഷകരൊക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഓരോ കർഷകരുടെയും പ്രതീക്ഷ. നമുക്കൊപ്പം ഇപ്പോൾ ഒരു പറ്റം കർഷകർ ചേരുന്നുണ്ട്. ഈ ഒരു ചിങ്ങമാസം ആരംഭിക്കുന്നു. എങ്ങനെയാണ് കൃഷിയിലൊക്കെ ഇപ്പം കതിരിട്ട് തുടങ്ങുന്നൊരു കാലം തന്നെയല്ലേ? അതെ, എൻ്റെ പേര് പ്രഭാകരൻ എന്നാണ്. കർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ചിങ്ങം 1-ാം തീയതി കരിദിനമായി ആചരിച്ചുകൊണ്ടുള്ള സമരപരിപാടിക്ക് ഇന്ന് കർഷകർ രംഗത്ത് വന്നിരിക്കുകയാണ്. കർഷക ദിനമായിട്ട് പോലും കൃഷിഭവനുകളുടെ പരിപാടികൾക്ക് കർഷകർ പങ്കെടുക്കാൻ തയ്യാറല്ല. കാരണം കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ ക്രോപ്പിലുള്ള പൈസ നെല്ലടന്നതിൻ്റെ കിട്ടിയിട്ടില്ല. ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഏകദേശം കൊയ്ത്താകേണ്ട പരുവത്തിലായിക്കഴിഞ്ഞു. ഇപ്പം തന്നെ സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് രജിസ്ട്രേഷൻ നടപടികളൊന്നും ആയിട്ടില്ല. മില്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഏജൻറ്റുമാരുടെ കാര്യം, അതുപോലെ തന്നെ ചാക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അടിയന്തരമായി ഇപ്പം തന്നെ തീരുമാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കരിദിനമായി ആചരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ 5 ദിവസം റിലേ സത്യാഗ്രഹം കലക്ടറേറ്റിന് മുമ്പിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, ലോഡിംഗ് വിഷയത്തിൽ ഒരു ചാക്ക് സിമെൻറ്റ് കയറ്റി എന്ന് പറഞ്ഞാൽ 12 രൂപ കൊടുത്താൽ മതി. ഒരു ചാക്ക് യൂറിയ കയറ്റിയാൽ 12 രൂപ കൊടുത്താൽ മതി. ഒരു ചാക്ക് നെല്ലിന് വേണ്ടി കയറ്റിയാൽ 25-26 രൂപ വാങ്ങുന്ന ഒരു സ്ഥിതി. ഇതെല്ലാം നമ്മൾ ബാങ്കിൽ പോയി വളവെടുത്ത് കഴിഞ്ഞാൽ ആ കർഷകന് അതിൻ്റേതായ ചുമട്ടുകൂലി കൊടുക്കുക. നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രം സപ്ലൈക്കോയാണ് ആ പൈസ കൊടുക്കേണ്ടത്. ഹൈക്കോടതി പറഞ്ഞു, സപ്ലൈകോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം 40-45 കോടി രൂപ കേരളത്തിൽ കർഷകൻ്റെ അക്കൗണ്ടിൽ വരേണ്ട പൈസ ഗവൺമെൻറ് ഇപ്പോൾ ആ കേസിന് സ്റ്റേയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത് വന്യമൃഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഒരു സൈക്കിൾ യാത്രക്കാരൻ അതല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാരൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു അപകടത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ നമ്മുടെ ഗവൺമെൻറ്റിന് ഇന്നേ വരെ ഒരു വ്യക്തമായ ഒരു നിലപാടോ അല്ലെങ്കിൽ മറ്റു കാര്യം ചെയ്തിട്ടില്ല. മലയോര മേഖലയിലുള്ള കാട്ടാന, അതുപോലെ തന്നെ പുലി, കരടി, മയിൽ, അതുപോലെ എല്ലാ മൃഗങ്ങളുടെയും പന്നിയുടെ കാര്യത്തിൽ നാട്ടിലും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞു. ഇതിന് അടിയന്തര പരിഹാരം കാണണം. ഒരു പുലിപെട്ടു ഈ പരിസരത്ത് കൊല്ലങ്കോട് എന്ന് പറഞ്ഞു. ആ പുലി ചത്തപ്പോൾ ആ കർഷകൻ അവിടെ മാവന്തോട്ടിൽ എന്ന് പറഞ്ഞാൽ 2 മാസത്തിലൊരിക്കൽ പോകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കർഷകൻ. ആ കർഷകനെ സംബന്ധിച്ച് അയാളുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറായി. അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ ഒരു മയിലോ ഒരു മാനോ നായി പിടിച്ച് ഏതെങ്കിലും ഒരു കർഷകൻ്റെ പാടത്ത് കിടന്നാൽ ആ കർഷകൻ്റെ പേരിൽ കേസെടുക്കുന്നത് അവസാനിപ്പിക്കണം. അതിന് പരിഹാരം കാണണം. ഉൾവനങ്ങളിൽ മൃഗങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഭക്ഷണ സാധനത്തിനുള്ളത് നട്ടുപിടിപ്പിക്കാതെ അക്കേഷ്യയും തേക്കും ഫോറസ്റ്റിൻ്റെ തലതിരിഞ്ഞ ഒരു നിലപാടിൽ ഇന്ന് വന്യമൃഗങ്ങൾ മുഴുവൻ വെള്ളമില്ലാതെയും ആഹാരമില്ലാതെയും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉൾവനങ്ങളിൽ മതിയായ രീതിയിലുള്ള ആഹാരം സംവിധാനം കൊടുക്കേണ്ട കാര്യത്തിൽ അക്കേഷ്യയും തേക്കും എല്ലാം മാറ്റിക്കൊണ്ട് വന്യമൃഗങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മുള വെച്ചു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആനയ്ക്ക് ഭക്ഷണമായി, അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ കാട്ടുപോത്തിന് ഭക്ഷണമായി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കർഷകർ നേരിടുന്ന അവസ്ഥയാണല്ലേ? വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊയ്യാറായിട്ട് പോലും യാതൊരു നിലപാടും ഇല്ലാത്തതുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഇപ്പോൾ 1 രൂപ 17 പൈസ കേന്ദ്രം വർദ്ധിപ്പിച്ചു. കേരള ഗവൺമെൻറ് പടിപ്പടിയായി കുറച്ചുകൊണ്ട് വരുന്നു. 9 രൂപ 52 പൈസ ഇതുവരെ കുറച്ചെന്നും ഇപ്പോഴത്തെയും കൂടി കിട്ടാനുണ്ട്. അത് കിട്ടിയാലേ ഞങ്ങൾ ഈ സമരം അവസാനിക്കും. അത് തന്നെയാണ് ഈ ഒരു ചിങ്ങപ്പുലരിയിൽ പ്രതീക്ഷകൾ നമ്മൾ ചോദിക്കുമ്പോൾ ദുരിതങ്ങൾ തന്നെയാണ് കർഷകർക്ക് പറയാനുള്ളത്. ഈ നെല്ലിന് താങ്ങുവില പലപ്പോഴും സംസ്ഥാനം വെട്ടിക്കുറയ്ക്കുന്നു. കേന്ദ്രം അവസാനമായി കൂട്ടിയ ആ തുക ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേന്ദ്രം കൂട്ടുന്നതിനനുസരിച്ചിട്ട് കേരള സർക്കാർ ഇൻസെൻറ്റീവ് കുറയ്ക്കുന്ന നടപടി ഉണ്ട്. കേരള സർക്കാർ തരുന്നത് ഇൻസെൻറ്റീവാണ്, പ്രോത്സാഹനമാണ് എങ്കിലും 8 രൂപ 80 പൈസ തന്നുകൊണ്ടിരുന്നതാണ്.
ഇപ്പോൾ 6 രൂപ 37 പൈസയെ തരുന്നുള്ളൂ. 8 രൂപ 80 പൈസ തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് 52 പൈസ കൂടി വർദ്ധിപ്പിച്ച് 9 രൂപ 32 പൈസയാക്കിയത്. പക്ഷെ തന്നില്ല. അതിനുശേഷം ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി 20 പൈസ കൂടി വർദ്ധിപ്പിച്ച് 9 രൂപ 52 പൈസ അർഹതപ്പെട്ടതാണ് കർഷകർക്ക്. ബഡ്ജറ്റിൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചതാണ്, ബഡ്ജറ്റിൽ വന്നിട്ടുള്ളതാണ്. അത് തരുന്നില്ല. അത് തരാത്തത് ഇപ്പോൾ 6 രൂപ 37 പൈസ ആക്കിയത് കൊണ്ട് 3 രൂപ 15 പൈസയുടെ കുറവുണ്ട്. 3 രൂപ 15 പൈസ എന്ന് പറയുമ്പോൾ ഒരു ലോഡ് നെല്ലിൽ 31,500 രൂപയുടെ നഷ്ടം കർഷകന് സംഭവിക്കുന്നുണ്ട്. ഇത് കോടിക്കണക്കിന് ഉറുപ്പ്യ കർഷകരുടെ പോക്കറ്റിലേക്ക് വരുന്ന പൈസയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ താങ്ങുവില പറഞ്ഞ് ഇപ്പോൾ 21 രൂപ 83 പൈസയ്ക്കാണ് ഒരു കിലോ നെല്ല് സംഭരിച്ചിരിക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ നോഡൽ ഏജൻസിയാണ് സപ്ലൈകോ. 2183 രൂപയ്ക്ക് കഴിഞ്ഞ സീസണിൽ ഒരു കിൻഡൽ നെല്ല് സംഭരിച്ചപ്പോൾ ആ 1 കിൻഡൽ നെല്ലിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 68 കിലോ അരി കിട്ടിയിട്ടുണ്ട്. 68 കിലോ അരി എന്ന് പറയുമ്പോൾ ഇന്ന് പാലക്കാട് മട്ട അരിയുടെ വില 50 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ ഈ 68 കിലോ അരിക്ക് 3400 രൂപ വിലയായി. 3400 രൂപ മൂല്യമുള്ള അരിയുടെ നെല്ലിനെയാണ് 2183 രൂപ കൊടുത്ത് സംഭരിച്ചതെന്ന് പറയുമ്പോൾ 1217 രൂപയാണ് ഒരു കിൻഡൽ നെല്ലിലുള്ള വ്യത്യാസം. അത് ഒരു ലോഡ് നെല്ലിൽ 1,21,700 രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കർഷകർക്ക് അർഹതപ്പെട്ട പൈസയാണ്. അതിൽ താങ്ങുവിലയല്ല. താങ്ങുവില എന്ന് പറയുമ്പോൾ പൊതുമാർക്കറ്റിൽ എന്താണോ വില അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം കൂടി നിൽക്കുന്നതായിരിക്കണം താങ്ങുവില എന്നുള്ളതാണ് സാധാരണ സർക്കാർ നയമെങ്കിലും അത് പൊതുമാർക്കറ്റിൽ എന്താണോ വില അതിലുള്ള കമ്മിയായിട്ടുള്ള റേറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ 9 രൂപ 50 തുടരട്ടെ. കർഷകരുടെ പ്രശ്നങ്ങൾ വിശദമായി തന്നെ അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമുക്കത് വീണ്ടും കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അത്രയ്ക്ക് ചിങ്ങപ്പുലരിയാണ്. ആശംസ മാത്രം നേർന്നാൽ പോരല്ലോ. കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയുകയും കർഷകരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം.